പോലീസിനെ ആക്രമിച്ചതിന് കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്ത പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈറിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനിടെ ഇയാൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ CPO ശ്രീജിത്തിന് പരിക്കേറ്റു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, എന്ത് വിവരമാണ് പോലീസിന് ലഭിച്ചത്? ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്? ആര്യ, കഴിഞ്ഞ ദിവസം ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് റിയാസ് എന്ന് പറയുന്ന ഒരാളെ, ഒരു പ്രതിയെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, കസ്റ്റഡിയിലെടുത്തിരുന്നു. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പി.കെ. ബുജൈർ എന്ന പേര് പറയുന്നത്. പി.കെ. ഫിറോസിന്റെ സഹോദരനാണ് പി.കെ. ബുജൈർ എന്ന് പറയുന്നയാൾ. ഇദ്ദേഹത്തിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുണ്ട് എന്നൊക്കെ വിവരം പറയുന്നത് ഇദ്ദേഹമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയതാണ്. അങ്ങനെ ഇന്നലെ വൈകിട്ടോടു കൂടി ഒരു 6:45 സമയത്താണ് ഇങ്ങനെ പി.കെ. ബുജൈറും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പരിശോധന നടത്തുകയും അങ്ങനെ അവരിൽ നിന്ന് ഈ ലഹരി ഉപയോഗിക്കുന്നതോ അതല്ലെങ്കിൽ പൊതിയാനൊക്കെ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ ഇവരിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഇത് ചോദ്യം ചെയ്തപ്പോൾ, ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ പോലീസിനെ ആക്രമിച്ചു, CPO ആയിട്ടുള്ള ശ്രീജിത്തിനെ ആക്രമിച്ചു എന്നുമാണ് ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം. പോലീസ് ഇപ്പോഴും ഇതിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ കുന്നമംഗലം പോലീസ് ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയോടെ തന്നെ കസ്റ്റഡിയിൽ പി.കെ. ബുജൈറിനെ എടുക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുൻപ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യപരിശോധനക്കായിട്ട് ഇവിടെ നിന്ന് ഇറക്കുകയും ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ, തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിൽ പി.കെ. ബുജൈറിനെ ഹാജരാക്കുകയും ചെയ്തു. പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഇതിൽ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ അത്ര പെട്ടെന്ന് ജാമ്യം കിട്ടുമോ എന്നൊരാശങ്ക ഇപ്പോൾ ലീഗ് പ്രവർത്തകർക്ക് ഒന്നാകെ ഉണ്ട് താനും. എന്തായാലും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും ഇതിൽ ബാക്കി നടപടികളോ കാര്യങ്ങളോ ഒക്കെ ഒരു വ്യക്തത വരിക. പോലീസ് എന്തായാലും CPO ശ്രീജിത്തിനെ ആക്രമിച്ചു എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ആരോപണം കൃത്യമായി പറയുന്നുമുണ്ട്. പി.കെ. ഫിറോസിന്റെ സഹോദരൻ ആണ് പി.കെ. ബുജൈർ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ രീതിയിലുള്ള CPM സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പി.കെ. ഫിറോസിന്റെ സഹോദരൻ ലഹരി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് യൂത്ത് ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ഫിറോസ് മാതൃക കാണിക്കുമോ എന്ന് ബിനീഷ് കോടിയേരി ചോദിക്കുന്നു.